ഹായ് ഹലോ. പണ്ട് പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിലെ പാട്ടുകളൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. ആ മാർഗ്ഗമാണ് മലയാള സിനിമാ ഗാനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം. 5 രൂപയുടെ പുസ്തകം ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടാവും, കടകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആളുകളൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഗാനമേളകളിലൊക്കെ പാടാൻ പോകുന്ന ആളുകൾക്കൊക്കെ സഹായമായത് ഇത്തരം പുസ്തകങ്ങളായിരുന്നിരിക്കണം. ഓക്കെ, പക്ഷേ ഇതിൽ പലപ്പോഴും തെറ്റായ വരികളൊക്കെ എഴുതി പിടിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അത് നോക്കിയിട്ട് അതങ്ങനെ പാടുന്ന ആൾക്കാരുണ്ട്. അല്ലല്ലോ, ഇതല്ലല്ലോ അതിൻ്റെ വരി, അത് വീണ്ടും കേട്ട് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂൾ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൻപുറത്ത് കവലയിൽ വന്നിരുന്ന് കൂട്ടുകാരോടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ആ പാട്ട് ഇവൻ ഇങ്ങനെയാണ് പാടുന്നത്, അതിൻ്റെ വരി ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ. നമ്മൾ തെറ്റിപ്പാടുന്ന പാട്ടുകൾ. ഈ നമ്മളിൽ ഞാനും നിങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, നോക്കി ചെക്ക് ചെയ്യാം. ആദ്യത്തെ പാട്ട് രാഖി ബന്ധനങ്ങളിൽ. രാഖി, കുങ്കുമം പെയ്യുമീ വേളയിൽ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം, അങ്ങനെയാണല്ലേ. ഞാൻ രാത്രി ബന്ധനങ്ങളിൽ എന്നായിരുന്നു പാടിയിരുന്നത്. നിങ്ങളെങ്ങനെയാണ്? എൻ്റെ കൂടെയാണോ അല്ല രാഖി ബന്ധനങ്ങളിലാണോ പാടിയിരുന്നത്? എന്തായാലും ഞാൻ പെട്ടു. അടുത്ത പാട്ട് വരട്ടെ. പൊന്നാൺകിളി, എൻ്റെ മോനെ, പൊന്നാൺകിളി. ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരമുണ്ടപ്പോൾ. എത്ര സ്ഥലത്ത് പറയും ഇത് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ. ശരി, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. കാവ്യ വന്നില്ല. അതിൽ ഞാനില്ല. അങ്ങനെയൊക്കെ ആരും കേട്ടിട്ടുണ്ടാവും. കാവിൽ വന്നില്ല എന്ന് തന്നെ അതന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. നിങ്ങളും ഒട്ടുമിക്ക ആൾക്കാരും കാവിൽ വന്നീലാര പൂരം കണ്ടില്ല എന്ന് തന്നെ ആയിരിക്കും പാടിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ തീർത്തും അങ്ങനെയൊന്നും അല്ല. കാവ്യ വന്നീലാര എന്നാണ് ഞാൻ കേട്ടത് എന്ന് പറയുന്ന ആളുകളുണ്ടാവും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ വിചാരിച്ചു അങ്ങനെ. പക്ഷെ ഇത് കാവിൽ വന്നീലാര എന്നുള്ളത് തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അതിൽ പാട്ട് ശ്രദ്ധിച്ചാൽ മതി. കാവിൽ വന്നീലാര പൂരം കണ്ടില്ല എന്ന്. ആ കാവിൽ വന്നീലാര എന്ന് പറഞ്ഞ പൂരം വരുന്നതിന് മുമ്പ് ആ സമയത്ത് തന്നെ ഒരു ചെണ്ടയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു കാവിൻ്റെ ഫീലൊക്കെ വരുത്തിച്ചിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പാട്ടിലേക്ക് പോവാം. ഇതെന്റെ ഫേവറേറ്റ് പാട്ടാണ്. നിലാമലരേ നിലാമലരേ പ്രഭാകിരണം വരാറായി. ഇങ്ങനെയാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. മോനെ, ഇങ്ങനെയൊക്കെ ഉണ്ടോ തെറ്റുക? ഓക്കെ, അത് ഞാൻ സുല്ലി പറഞ്ഞു. അടുത്തതിലേക്ക് പോവാം. വിരൽ നീട്ടി വിരൽ നീട്ടി വിരൽ നീട്ടി വിരൽ മീട്ടി. ഇത് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഇത് കുറേ ആൾക്കാർ വിരൽ മീട്ടി എന്ന് പാടുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പാട്ടിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ വിരൽ മീട്ടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഫൈറ്റൊക്കെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് എനിക്കിത് കിട്ടിയിരുന്നു. വിരൽ നീട്ടി എന്നാണ്, മീട്ടി എന്നല്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ വിരൽ മീട്ടി എന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇതെന്തായാലും ഇവർക്ക് ശരിക്കും പാടിക്കൂടല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി, ഇങ്ങനെയാണ് പാടിക്കൊണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മളിൽ ഞാനുണ്ട്. തുമ്പി എന്നാണ് ഞാൻ പാടിക്കൊണ്ടായത്. പൊന്നോലത്തുമ്പി പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി, അങ്ങനെയാണ് കറക്റ്റ് അല്ലേ? ഓക്കെ, പുതിയ അറിവിന് സ്വാഗതം. അടുത്ത പാട്ടിലേക്ക് പോവാം. അടിപൊളി. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യ ചെമ്പഴുക്ക. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഒട്ടുമിക്ക ആൾക്കാരും ദൂരക്കിഴക്കുതിക്കും എന്ന് തന്നെ ആയിരിക്കണം പാടിയിട്ടുണ്ടാവുക. സമ്മതിച്ചിരണ്ട. പക്ഷെ ഞാനിപ്പോൾ സമ്മതിക്കുന്നു, ഞാനിങ്ങനെയാണ് പാടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
അല്ല, ഇത് എനിക്ക് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കും നേരം എന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. എന്നെ നോക്കും നേരം എന്ന് കേട്ടവരുണ്ടാകാം, കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്തായാലും ഇതിൽ വിടില്ല. അടുത്ത പാട്ടിലേക്ക് പോവാം. നിഴലോലത്തുമ്പിൽ, നിഴലോലത്തുമ്പിലാണല്ലോ ശരി, വിരലോലത്തുമ്പിലല്ല. ഞാനും ഇങ്ങനെ കരുതിയ ഒരാളാണ്, തെറ്റിപ്പോയി. അപ്പം എന്തായാലും ഏത് പാട്ടെഴുത്ത് പുസ്തകക്കാരനും ഒരു തെറ്റ് പറ്റും എന്ന് പറയുന്നത് പോലെ എനിക്കും കുറേ പാട്ടുകളൊക്കെ ഞാൻ തെറ്റിയിട്ട് തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു രസം തോന്നി. നിങ്ങളും അങ്ങനെയൊക്കെ തെറ്റായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ. രാമായണക്കാറ്റെ എൻ നീലാംബരി കാക്കയെന്ന് പാടിയ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, സുമേഷ് സുമണ്ണൻ. അവനങ്ങനെയാണ്, അവന് എപ്പോഴും പാട്ടുകൾ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും, മനഃപൂർവ്വം തെറ്റിച്ചിട്ട് പാടുന്നതാണ്. എന്നാലല്ലേ ഒരു ശ്രദ്ധ കിട്ടുന്നു. കുറച്ച് ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കും എന്ന് പറയുന്ന പോലെ. അപ്പോൾ കൊള്ളാം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.